നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് ഗാസയിൽ ഇസ്രായേൽ ഏർപ്പെടുത്തുന്ന പുതിയ ഒരു ഉപരോധത്തെക്കുറിച്ചായിരുന്നു. ഇസ്രായേൽ വൈദ്യുതിയും വെള്ളവും ഗാസയ്ക്ക് കൊടുക്കുന്നില്ല എന്നൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്ന വാർത്ത. അതോടൊപ്പം തന്നെ ഇസ്രായേലിലെ ഒരു മന്ത്രി, ഗിദയോൻ സാർ എന്ന് പറയുന്ന ഒരു മന്ത്രി, ഗാസയിലെ ജനങ്ങൾ കടൽ വെള്ളം കുടിച്ചാൽ മതി ഇനി എന്നൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. വളരെ പ്രതിഷേധമാണ് എല്ലാ മേഖലകളിൽ നിന്നും ഇസ്രായേലിന്റെ ഈ നടപടിക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. ഗാസയിൽ ഉപരോധം ഏർപ്പെടുത്തുന്ന ഈ സമയത്ത് തന്നെ തെക്കൻ സിറിയയിലേക്ക് ഇസ്രായേൽ മാനുഷിക സഹായങ്ങൾ അയച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. അതെങ്ങനെ ശരിയാവുമെന്നായിരിക്കും നമ്മളിത് കേൾക്കുന്നവർ ചിന്തിക്കുന്നത്. ഗാസയിലേക്ക് ഉപരോധം ഏർപ്പെടുത്തുമ്പോഴും സിറിയയിലേക്ക് എങ്ങനെ സഹായം അയക്കാൻ ഇസ്രായേലിന് കഴിയുന്നു എന്ന് നിങ്ങളിത് കേട്ടപ്പോൾ ചിന്തിച്ച് കാണും. എന്നാൽ അതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ഗാസയിൽ ഹമാസിനിട്ടൊരു പണി കൊടുക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ സിറിയയിലേക്ക് ഇസ്രായേൽ വലിയൊരു സഹായം അയച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. സിറിയ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സിറിയയിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു എയ്ഡോ മാനുഷിക സഹായമൊന്നുമല്ല. ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, ഇസ്രായേലുമായിട്ട് അടുത്ത് ബന്ധമുള്ള, ഇസ്രായേൽ എപ്പോഴും സഹാനുഭൂതിയോടെ സഹോദരങ്ങളായി കാണുന്ന സിറിയയിലെ ദ്രൂസ് സമൂഹത്തിന് വേണ്ടിയാണ് ഈ ഒരു സഹായം ഇസ്രായേൽ ചെയ്തിരിക്കുന്നത്. ഗാസയിലെ ജനങ്ങൾ ഇനി കടൽ വെള്ളം കുടിച്ചാൽ മതി എന്ന ഗിദയോൻ സാർ എന്ന് പറയുന്ന ഇസ്രായേൽ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നത്. ഈ സമയത്ത് തന്നെയാണ് ഇസ്രായേൽ ആഭ്യന്തര കലാപത്തിൽ കലുഷിതമായ സിറിയയിൽ ദുരിതം അനുഭവിക്കുന്ന തങ്ങളുടെ ദ്രൂസ് സഹോദരന്മാർക്ക് സഹായഹസ്തവുമായിട്ട് ഇസ്രായേൽ അവിടേക്ക് മാനുഷിക സഹായങ്ങൾ അടങ്ങിയ, ലോഡുകൾ അടങ്ങിയ വലിയ വലിയ ട്രക്കുകൾ ഇപ്പോൾ അയച്ചിരിക്കുന്നത്. ആരാണ് ഈ ദ്രൂസ്? ദ്രൂസ് ആരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ദ്രൂസുകൾ പ്രധാനമായും ലെബനോൻ, ഇസ്രായേൽ, ജോർദാൻ, സിറിയ എന്നീ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന ഒരു മതവിഭാഗമാണ്. ഷിയ ഇസ്ലാമിലെ ഇസ്മായിലി വിശ്വാസത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു വിശ്വാസധാരയാണ് ഈ ദ്രൂസ് എന്ന് പറയുന്നത്. ഇസ്രായേൽ ഒരുപാട് ആളുകളുണ്ട് ഈ ദ്രൂസ് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ളവർ. നമുക്കറിയാം, ഹൈഫ സൈഡിലാണ്, അല്ലെങ്കിൽ നോർത്ത് ഇസ്രായേൽ ഭാഗത്താണ് ഇവരധികമായിട്ടും കാണുന്നത്. ലെബനോന്റെയും അതോടൊപ്പം തന്നെ സിറിയയുടെയും ബോർഡറിലാണ്, ജോർദാന്റെയൊക്കെ ബോർഡറിലാണ് ഇവരധികവും കാണപ്പെടുന്നത്. തെക്കൻ സിറിയ ഇവരുടെ ശക്തി കേന്ദ്രമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന സംഭവങ്ങളൊക്കെ അറിയാം. തെക്കൻ സിറിയയുടെ ചില ഭാഗങ്ങൾ, ദ്രൂസൊക്കെ ചില ഭാഗങ്ങൾ കൈയടക്കിയ വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ദ്രൂസുമായിട്ട് വളരെ നല്ല അടുത്ത ബന്ധമാണ് ഈ ഇസ്രായേൽ പുലർത്തി വരുന്നത്. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് പോകാം. ജെറുസലേം പോസ്റ്റാണ് ഇത് സംബന്ധിച്ചൊരു വാർത്ത പുറത്തുവിട്ടത്. അപ്പോൾ സിറിയയിലെ ദ്രൂസിന് ആയിരക്കണക്കിന് മാനുഷിക സഹായ പാക്കേജുകളാണ് ഇന്ന് ഇസ്രായേൽ സിറിയയിലേക്ക് അയച്ചിരിക്കുന്നത്. മിക്ക പാക്കേജുകളും പോയിരിക്കുന്നത് സിറിയയിലെ അസുവൈദിലേക്കാണ് കൂടുതലും സഹായങ്ങൾ പോയിരിക്കുന്നത്. മറ്റുള്ളവ ഇസ്രായേലിന്റെ അതിർത്തിക്ക് അടുത്തുള്ള ദ്രൂസ് കമ്മ്യൂണിറ്റികൾക്ക് ഇന്ന് കൈമാറുന്ന സാഹചര്യമുണ്ടായി. അടുത്ത ആഴ്ചകളിൽ 10,000 മാനുഷിക സഹായ പാക്കേജുകൾ സിറിയൻ ദ്രൂസിന് കൈമാറുന്നതായിട്ട് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. ഇസ്രായേലിലെ ദ്രൂസിന്റെ ആത്മീയ നേതാവായ ഷെയ്ഖ് മൊവാഫഖ് താരിഫുമായി ചേർന്നാണ് ഈ വലിയ കൈമാറ്റം നടത്തിയിരിക്കുന്നത്. ഇസ്രായേൽ കൊടുത്ത പാക്കേജിനുള്ളിലുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഉപ്പ്, എണ്ണ, മാവ്, അരി തുടങ്ങിയ സാധനങ്ങളാണ് ഈ മാനുഷിക സഹായ പാക്കേജുകളിൽ ഉള്ളത്. അതിനുശേഷം ഇസ്രായേൽ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്, ഒരു പ്രസ്താവനയിലൂടെ. അത് നമുക്കത് വായിക്കാം. ഞങ്ങളുടെ ദ്രൂസ് സഹോദരന്മാരുമായി ഞങ്ങൾക്ക് ധീരമായ ഒരു സഖ്യമുണ്ട്. അവരെ സഹായിക്കുന്നത് ഞങ്ങൾക്കൊരു കടമയായിട്ട് എടുക്കുകയാണ്. വിദേശകാര്യമന്ത്രി ഗിദിയൻ സാറാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ എല്ലായ്പ്പോഴും ന്യൂനപക്ഷമാകുന്ന ഒരു മേഖലയിൽ മറ്റു ന്യൂനപക്ഷങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ തുനിഞ്ഞിറങ്ങാറുണ്ട്. അത് ശരിയായ കാര്യമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിറിയൻ ദ്രൂസ് അവിടുത്തെ നേതാക്കന്മാരായിട്ടുമൊക്കെ നല്ല ബന്ധമാണ് ഇസ്രായേൽ പുലർത്തി വരുന്നത്. അങ്ങനെ സിറിയയിലെ ദ്രൂസ് സമൂഹവുമായിട്ട് വളരെ നല്ല ബന്ധമാണ് ഇസ്രായേൽ കാത്തു സൂക്ഷിക്കുന്നത്. അവരൊരു ഇസ്ലാം മതത്തിന്റെ ഒരു വിശ്വാസധാരയിൽ നിന്നുള്ള ഒരു പ്രത്യേക മതവിഭാഗമാണ്. നമുക്ക് നെറ്റിലൊക്കെ തിരഞ്ഞാൽ ദ്രൂസിനെ കുറിച്ച്, ദ്രൂസ് സമൂഹത്തിനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഗാസയിലെ ഇസ്രായേലിന്റെ നടപടി മുന്നോട്ട് പോകുകയാണ്. കരണ്ടും അതോടൊപ്പം തന്നെ വെള്ളമൊക്കെ തടഞ്ഞുള്ള ഒരു കടുത്ത നടപടിക്കാണ് ഇസ്രായേൽ ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെ ഇസ്രായേൽ സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലിട്ട്
ഒരു പൊട്ടീര് പൊട്ടിച്ചിട്ടുണ്ട്. അവിടുത്തെ തീവ്രവാദി കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയത്. ഇസ്രായേലിനെതിരെ വലിയൊരു പദ്ധതിക്ക് വേണ്ടി ഒരു പ്ലാനിങ് നടക്കുന്ന സമയത്താണ് അവിടേക്ക് ബോംബ് വർഷിച്ചത് ഇസ്രായേലിന്റെ എയർഫോഴ്സ്. നമുക്കറിയാം, നേരത്തെ ഹിസ്ബുള്ളയുടെ നേതാവും കൂട്ടാളികളും ചേർന്ന് ഇതുപോലെ ഇസ്രായേലിനെതിരെ ഒരു പദ്ധതി പ്ലാൻ ചെയ്യുന്ന സ്ഥലത്തേക്കാണ് അന്ന് ഇസ്രായേലിന്റെ ബോംബ് വന്ന് വീണത്. അതുപോലെ തന്നെ സെയിം ഒരു ആക്രമണമാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എന്തായാലും ഗാസയിലെ ഹമാസിനിട്ട് പണി കൊടുത്ത അതേ ഇസ്രായേൽ സിറിയയിലെ ദ്രൂസ് സമൂഹത്തെ കരുണയോടുകൂടെ കാണുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും ദ്രൂസ് സമൂഹം ഇസ്രായേലുമായിട്ട് നല്ല ബന്ധത്തിലാണെന്ന് കാണിക്കുന്ന വാർത്തയാണ് ഇന്ന് നമ്മൾ പങ്കുവച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. മറ്റു വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.